ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ എല്ലാ കണ്ണുകളും പതിയുന്ന ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ അമേഠി. അവിടെ ഏറ്റവും വലിയ ചോദ്യം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ എത്തുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഏറ്റവും അധികം കേട്ട ചോദ്യമാണ്. ഇന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആ ചോദ്യം കേട്ടു. അഖിലേഷ് യാദവുമായി അദ്ദേഹം രാവിലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കേൾക്കേണ്ടി വന്ന ചോദ്യം ഇതുതന്നെയായിരുന്നു. അപ്പോൾ അതിന് BJPയുടെ ചോദ്യമാണ് എന്ന പരിഹാസത്തോടെയാണ് രാഹുൽ മറുപടി പറയുന്നത്. എങ്കിലും അമേഠിയിൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം രാഹുൽ പറയുന്നില്ല. വേണ്ടി വന്നാൽ പാർട്ടി പറഞ്ഞാൽ താൻ പാർട്ടിയുടെ സൈനികനാണ്, ആവശ്യമെങ്കിൽ അവിടെ മത്സരിക്കുമെന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ അമേഠിയിലേക്ക് വരുമോ? എന്ത് തോന്നുന്നു നാസർക്ക് ഇത്തവണ? വന്നാൽ തന്നെ കോൺഗ്രസിന് അതിന് രക്ഷയുണ്ടോ അമേഠിയിൽ? സ്മൃതി ഇറാനി ഇപ്പോൾ അവിടെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വെച്ചിട്ടുണ്ട്. അമേഠിയിൽ കോൺഗ്രസ് തോൽക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അല്ല, അമേഠിയിൽ കോൺഗ്രസ് ഇതിനു മുമ്പും തോറ്റിട്ടുണ്ട്. അമേഠിയിൽ തോറ്റതിന് ശേഷം അമേഠിയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതോടെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇത് വന്നത് 1967 അമേഠി മണ്ഡലം രൂപീകരിക്കുന്നത്. അമേഠി പിന്നെ ഒരു വാജ്പേയി ആയിരുന്നു അമേഠിയിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ. ഈ വിദ്യാധർ വാജ്പേയി എന്ന് പറഞ്ഞ കക്ഷിയായിരുന്നു 1967 മുതൽ 77 വരെ. പിന്നെ വിദ്യാധർ വാജ്പേയി തന്നെ 2 തെരഞ്ഞെടുപ്പിലും. അമേഠി എന്ന് പറഞ്ഞാൽ അമേഠി ജില്ല മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് അമേഠി ലോക്സഭാ മണ്ഡലം. വിദ്യാധർ വാജ്പേയി 67 മുതൽ ജയിച്ചു. പിന്നെ 77 വരെ നിന്നു. 77 ശേഷം 80 തെരഞ്ഞെടുപ്പ്. 77 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ സഞ്ജയ് ഗാന്ധിനെയാണ് ഇന്ദിരാഗാന്ധി മത്സരിപ്പിക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സഞ്ജയ് ഗാന്ധി തോറ്റു എന്ന് മാത്രമല്ല, അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന് ശേഷം മൂപ്പര് മരിക്കുകയും ചെയ്തു. അപ്പം സഞ്ജയ് ഗാന്ധി തോറ്റപ്പോൾ ഉണ്ടത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും. ആദ്യത്തെ ദിവസം അതായിരുന്നു പിന്നെ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റ വിവരമാണ് ആദ്യം പുറത്ത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടക്കുന്ന ഫസ്റ്റ് തെരഞ്ഞെടുപ്പ്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റ വാർത്തയാണ് ആദ്യം വരുന്നത്, രാവിലെ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സഞ്ജയ് ഗാന്ധി തോറ്റ വാർത്ത വരുന്നത്. സഞ്ജയ് ഗാന്ധി തോറ്റു എന്നുള്ള വാർത്ത വന്നതിന് ശേഷം പിന്നെ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ജനങ്ങൾ പായസത്തിലോടും വിതരണം ചെയ്യുകയാണ് ചെയ്തത്. ആ ജാതി കോൺഗ്രസിൻ്റെ ഒരു പരാജയം എന്ന് പറഞ്ഞ സാധനം ആഘോഷിക്കപ്പെട്ട സ്ഥലമാണ് അത് പിന്നെ അമേഠി. അതിനുശേഷം പിന്നെ എന്തൊക്കെ ഉണ്ടായി? അതിനുശേഷം അവിടുന്ന് പിന്നെ ഈ രാജീവ് ഗാന്ധി വിജയിച്ചു 2-3 തവണ. പിന്നെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈ സതീഷ് ശർമ്മ വന്നു. പിന്നെ സോണിയാഗാന്ധി വന്നു. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ 3 തവണ വന്നു. 2 തവണ 3 തവണ. മൂന്നാമത്തെ തവണയാണ് മൂപ്പര് തോൽക്കുന്നത്. 2004, 2009, 2014. ഈ തോൽവിയിൽ ഈ പിന്നെ 2019 മൂന്നാമത്തെ തവണ മത്സരിച്ച് 3 തവണ ഇതാക്കിയപ്പെട്ടതിന് ശേഷം ഒരിക്കൽ തോറ്റു. അതിനിപ്പോൾ എന്താ? സഞ്ജയ് ഗാന്ധി തോറ്റു, അവിടെ രാഹുൽ ഗാന്ധി തോറ്റു. തോറ്റ മണ്ഡലത്തിൽ പിന്നെ ജയിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. തോറ്റ മണ്ഡലത്തിൽ പിന്നെ മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവരെ ഒരു ഫൈറ്റിംഗ് മൂഡ് കാണിച്ചു എന്നുള്ളത് ശരിയായിരുന്നു. പിന്നെ ഈ സ്മൃതി ഇറാനി ആദ്യത്തെ തവണ സഞ്ജയ് ഗാന്ധിയോട് തോറ്റ ശേഷം 2019 തോറ്റ ശേഷം ആദ്യത്തെ തവണ തോറ്റ ശേഷം 5 വർഷക്കാലം അവർ ആ മണ്ഡലത്തിൽ തന്നെ കുറ്റിയടിച്ച് നിന്ന് അവിടെ മണ്ഡലം വിട്ടു പോവാതെ അവിടെ നിന്ന് അവർ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ട് അടുത്ത തവണ അവർ ജയിച്ചു. അപ്പം ഒരു മണ്ഡലത്തിൽ ഒരു പാർട്ടി തോൽക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾ തോൽക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇതിപ്പം രാഹുൽ ഗാന്ധിനെ പറ്റി എന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ തോറ്റനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊരു കൂട്ടർ. ഇവിടെ വയനാട്ടിലാണെങ്കിൽ മൂപ്പര് ജയിച്ചതിനെ കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് ശരി. ഒരു മനുഷ്യന് തോറ്റോടത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല, ജയിച്ചോടത്തും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ? അത് മാത്രമല്ല, ഈ അമേഠിയെ സംബന്ധിച്ച് നെഹ്റു കുടുംബത്തിന് പിന്നെ ഒപ്പം കോൺഗ്രസിനൊക്കെ ഒരു വൈകാരികമായ ബന്ധം കൂടിയുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ നാസർക്ക് അതിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ അമേഠിയിൽ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കാലികമായ ഏറ്റവും വലിയ ആവശ്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ അവിടെ നിന്ന് മത്സരിച്ച് BJPയോട് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊരു പ്രാണവായു കിട്ടുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? അതൊരു ശരിയായ കാര്യം തന്നെയല്ലേ? അതൊരു അനിവാര്യതയല്ലേ അവിടെ ജയിക്കേണ്ടത് കോൺഗ്രസിന്? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ജയിക്കുക എന്നുള്ളതല്ല, മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആദ്യ ആലോചനകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു.
അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഏറ്റവും മണ്ടൻ ആശയമായിരിക്കും. എന്നാൽ ഒരുപാട് കോൺഗ്രസ്സുകാർ ഓൺലൈനിലൊക്കെ ഈ സൈബർ സ്പേസിൽ വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിശ്ചയമായും വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് പിന്നെ അത് വേറെ നിലക്കുള്ള ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ മത്സരം, അതിൽ ഒരു നേതാവ് ഒരു മണ്ഡലം സെലക്ട് ചെയ്യുന്നത് അത് ആ മണ്ഡലവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. അതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള നെറേറ്റീവ്സ്, പലതരം ആശയങ്ങൾ, പലതരം സന്ദേശങ്ങൾ, ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധി 2004 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് മത്സരിച്ചു, ബെല്ലാരിയിൽ വന്ന് മത്സരിച്ചു, കർണാടകയിലെ ബെല്ലാരിയിൽ 101% അവർ ജയിക്കുന്ന മണ്ഡലമാണ്, ജയിക്കേണ്ട മണ്ഡലമാണ്. പക്ഷേ BJP അവിടെ അവരുടെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി സുഷമ സ്വരാജിനെ കൊണ്ടുവന്ന് നിർത്തി. എന്തിനു വേണ്ടി? അത് സുഷമ സ്വരാജിനെ പോലുള്ള ഒരു സീനിയർ ലീഡർ, അവർ നിശ്ചയമായും ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ നിന്ന് അവർക്ക് വിജയിപ്പിക്കാവുന്നുള്ളൂ. അവർ ഹരിയാനക്കാരിയാണ്, ഹരിയാനയിൽ നിശ്ചയമായിട്ടും അവർക്ക് വിജയിക്കാവുന്നുള്ളൂ. പക്ഷേ അത്രയും സീനിയറായ ഒരു ലീഡറെ ഇവിടെ കൊണ്ടുവന്ന് എൻഗേജ് ചെയ്യിക്കുന്ന എന്തിനാണ്? ജയിക്കൂലെന്ന് BJPക്ക് ഉറപ്പാണല്ലോ. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, അത് നമ്മളൊരു ഹെഡ് ഓൺ ഫൈറ്റിന് ഞങ്ങൾ റെഡിയാണ് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ലീഡറെ, ഞങ്ങളൊരു ടോപ്പ് വനിതാ ലീഡറെ കൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് മുട്ടും, നിങ്ങളുമായിട്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊരു മെസ്സേജ്. ആ ഒരു വി ആർ സീരിയസ് എന്നുള്ള ഒരു ഭയങ്കരമായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നു? ബെല്ലാരി ഭയങ്കരമായ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നു. സുഷമ സ്വരാജ് വേറെ നിലക്ക് അവരുടെ പ്രൊഫൈൽ മാറുന്നുണ്ട്. ഭയങ്കര രസമുള്ള മത്സരമായിരുന്നു. അതെ, ഭയങ്കര മാധ്യമത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ അവിടെ ചേർന്നു. തീപ്പാറും മത്സരം എന്ന് പറയാവുന്ന മത്സരം ചെയ്തത് എന്താ വെച്ചാൽ, പിന്നെ പട്ട് സാരി, കന്നഡികർ ഉടുക്കുന്നത് പോലെ പട്ട് സാരി എടുത്തിട്ട്, പിന്നെ അവർക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാലോ, ഹിന്ദി അല്ല ശരിക്കും സംസ്കൃതം, ആ ഒരു സംസ്കൃതം ഏതാണ്ട് കന്നഡ പോലെ പ്രസംഗിച്ചിട്ട്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എന്താണ്? നരേന്ദ്രമോദിക്കെതിരെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വയ്ക്കെതിരെ, നരേന്ദ്രമോദിയുടെ BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ടോൾ ഫിഗർ എന്നുള്ളതല്ലേ? അങ്ങനത്തെ ഒരു ഫിഗർ ഈ BJPക്കെതിരെയല്ലേ മത്സരിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിന് ഓക്കെ, അമേഠിയിൽ ഒരു റിസ്ക് ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷേ കർണാടകയിലും തെലങ്കാനയിലൊക്കെ BJPക്കെതിരെ മത്സരിക്കാമല്ലോ അദ്ദേഹത്തിന്. അവിടുത്തെ കോൺഗ്രസ്സുകാർ നിശ്ചയമായി അദ്ദേഹത്തെ വിജയിപ്പിക്കുമല്ലോ. അപ്പോൾ BJPയുമായിട്ടൊരു ഹെഡ് ഓൺ ഫൈറ്റിന് ഇങ്ങനെ സന്നദ്ധനാവുന്നില്ല. ഇങ്ങനെ ഒരു ലീഡർ, ക്യാപ്റ്റൻ സേഫർ ഏരിയാസ് നോക്കി പോവുകയാണ് എന്ന മെസ്സേജാണ് അതിലൂടെ പോകുന്നത്. ആരുമായിട്ട് ഇവിടെ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോലീഷൻ പാർട്ണറായുള്ള CPI ഇവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മണ്ടൻ ആശയമാണ്, ആണ്, ഇനിയും ആയിരിക്കും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കോൺഗ്രസ്സുകാർക്ക് എന്താണ് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതേ സാധനം ഇന്ന് രാജ്ദീപ് സർദേശായി അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുലിനെ ഇത് ടാഗ് ചെയ്തുകൊണ്ട്, രാഹുൽ അങ്ങ് അമേഠിയിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് മറുപടി പറഞ്ഞത്. ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മഭൂമി വിട്ട് കളിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കർമ്മഭൂമി ഉത്തർപ്രദേശിൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയാണ് BJPയുടെ ഏറ്റവും ശക്തി സ്ഥലം. ഈ ഗാൻജറ്റിക് പ്ലെയിൻസ്, ഗംഗാ സമതല പ്രദേശം എന്ന് പറയുന്നത്. ഈ ഗംഗാ സമതല പ്രദേശത്ത് ഒരിടത്ത് രാഹുൽ ഗാന്ധി BJPയോട് മത്സരിച്ചിരിക്കണം. തീർച്ചയായും അത് മത്സരിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശം സന്ദേശമാണ് നൽകുന്നത്. ജയിക്കോ തോൽക്കോ എന്നുള്ള വേറെ വിഷയം. മത്സരിച്ചിരിക്കണം. ഈ അബദ്ധം അവിടെ നിശ്ചയമായി നിലനിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നില്ല എന്നെങ്കിൽ അത് രണ്ടാമത്തെ ഒരു അബദ്ധമായിട്ട് മാറും. അദ്ദേഹം അത് ചെയ്യില്ലെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്, ഏപ്രിൽ 16 ഇവിടുത്തെ ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? 26. അതിനുശേഷം മതി അവിടെ അടുത്ത ഫേസിലാണ്. അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ കണക്കിലെടുക്കേണ്ടത്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല UPയിലെ BJPയുടെ വളർച്ച, UPയിലെ BJPയുടെ എല്ലാ സംഘപരിവാർ ശക്തികളുടെ വളർച്ച. നമ്മളിതൊക്കെ പറയുമ്പോൾ, നമ്മളിപ്പം പിന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്ന റായ്ബറേലിയോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ജയിച്ചിരുന്ന അമേത്തിയോ പറയുമ്പം നമ്മൾ ഫിലിപിത്തിനെ മറന്നു പോവുകയാണ്. 1957 തെരഞ്ഞെടുപ്പ് മുതൽ 1964 മരിക്കുന്നത് വരെ നെഹ്റു കൈവശം വെച്ചിരുന്ന ഫിലിപിത്ത് ഇപ്പം BJPയുടെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ BJP വളർന്നു വന്നത്, ഉത്തർപ്രദേശിൽ സംഘപരിവാർ ശക്തികളുടെ ഒന്ന് പിന്നെ
1969 തന്നെ നെഹ്റു ജീവിച്ചിരിക്കെ തന്നെ ബാബരി മസ്ജിദിൻ്റെ ഉള്ളിൽ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്ത പിന്നെ ഒരു സാധനം പിന്നെ ഒരു പിന്നെ രാമക്ഷേത്ര മൂവ്മെൻറ്റ്. പിന്നെ ഈ ആദിത്യനാഥിൻ്റെ സ്ഥലമായ ഗോരഖ്പൂർ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും. ഒന്ന് ഗോരഖ്പൂരിൽ തന്നെയാണ് ഈ പിന്നെ ഗീതാ പ്രസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗീതാ പ്രസ്സിൽ നിന്ന് 1 റുപ്യക്കും 2 റുപ്യക്കും ഈ പിന്നെ ഹനുമാൻ ചാലീസ പോലത്തെ സാധനങ്ങൾ അടിച്ച് വിറ്റിട്ടാണ് ഈ പറയുന്ന ഈ പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ മുഴുവൻ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ വളർത്തിയെടുത്തത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ പറയുന്ന ഗോരഖ്നാഥ് മഠത്തിലെ ആദ്യത്തെ ആചാര്യനായിരുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ 1970കളിൽ ഗോരഖ്നാഥിൽ നിന്ന് ഈ ഗോരഖ്പൂരിൽ നിന്ന് MP ആയിട്ടുള്ള ആളാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ പിന്നെ പാർലമെന്റിലേക്ക് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ ഈ എന്താണ് പറയുക നമ്മളുടെ ഗോസംരക്ഷണം ഈ ഗോവധം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇദ്ദേഹം MP ആയിരിക്കും അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് പാർലമെൻറ്റിലേക്ക് പാസ് കൊടുത്തിട്ട് ആൾക്കാർ ഈ സാധുമാരും സന്യാസിമാരും ഒന്നായിട്ട് പാർലമെൻറ്റിലേക്ക് അരച്ചു കയറി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നത് പാർലമെൻറ്റിലേക്ക് അരച്ചു കയറിയിട്ട് ഗോരക്ഷാ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അതിഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി. അതേ മഠത്തിലെ മഠാധിപതിയും അതേ വഴിയിൽ പിന്തുടർന്ന് വന്നിട്ടുള്ള ആളുമായ ആദിത്യനാഥാണ് ഇപ്പോൾ UP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടിപടിയായി 1969 മുതൽ പിലീഭിത്ത് അടക്കമുള്ള നെഹ്റുവിൻ്റെ മണ്ഡലമായ പിലീഭിത്ത് അടക്കമുള്ളത് പിടിച്ച് വന്നിട്ട് അയോധ്യ അടക്കം ഇന്നിപ്പം അവർ പറയുന്നത് അയോധ്യയാണ് അല്ലെങ്കിൽ രാമക്ഷേത്രമാണ് ഏറ്റവും വലിയ നേട്ടമെന്നാണ് പറയുന്നത്. അങ്ങനെ വളർന്നു വന്ന BJPയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ BJP UP എങ്ങനെ പിടിച്ചു എന്നുള്ളൊരു പ്രശ്നം കണ്ടിട്ട് മാത്രമേ നമ്മൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ്റൂ. 1. 2. 77 അടിയന്തരാവസ്ഥയിലെ തകർച്ചയ്ക്ക് ശേഷം ഓരോ തവണ തകർച്ചയ്ക്ക് ശേഷവും കോൺഗ്രസ് ഉയർത്തി വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ്. അത് കർണാടകത്തിൽ നിന്നാണെങ്കിലും തെലുങ്കാനയിൽ നിന്നാണെങ്കിലും. അതേപോലെ തന്നെ ഈ തവണയും ഈ പോക്കിന് ശേഷവും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് തിരിച്ചു വരുന്നത്. UP പിന്നെ അവർ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ UPയിൽ തന്നെ മത്സരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും ആ തരത്തിൽ കൂടി അതിനെ കാണണം എന്നെൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. തീർച്ചയായും ഇതിലിപ്പോൾ ജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള 2 ആശയങ്ങൾ തമ്മിലുള്ള വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലേല. അപ്പോൾ അതിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നുണ്ടോ, BJPയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ത്യ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം രാഹുൽ തന്നെയാണ് തരേണ്ടത്. രാഹുൽ പറഞ്ഞു താനൊരു സൈനികനാണെന്ന്. അപ്പോൾ യുദ്ധഭൂമിയിലേക്ക് ആ സൈനികൻ കോൺഗ്രസിനെ രക്ഷിക്കാൻ എത്തുമോ എന്നുള്ളത് കാത്തിരിക്കും.